ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 10 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 10 രൂപ നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന 10 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങൾ. അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ 2005 മുതൽ 2007 വരെ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള ഒരു 10 രൂപ നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 10 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന 2 മെറ്റൽസ് ചേർത്താണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രായിട്ട് കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചും ഔട്ട് സൈഡ് അലുമിനിയം ബ്രോൺസ് റിംഗ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 7.71 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 27 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ എഡ്ജാണ്. അപ്പോൾ 2005, 2006, 2007 ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള 3 വർഷങ്ങളിൽ മാത്രം പുറത്തിറക്കിയിട്ടുള്ള ഒരു 10 രൂപ നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയം നോയിഡ മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നാണയത്തിന് ഒരേ ഒരു മിൻറ്റ് മാർക്കേ ഉള്ളൂ. ചെറിയൊരു സർക്കിൾ ഡോട്ടായിട്ടുള്ള ഒരു മിൻറ്റ് മാർക്ക് മാത്രമേ ഈ ഒരു നാണയത്തിനുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ 10 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങളുടെ മുൻവശം ഈ രൂപമാണ്. നാണയത്തിൻ്റെ മുൻവശം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് 10 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 2006 ആ ഒരു വർഷത്തിലെ നാണയമാണ്. 2005 മുതൽ 2007 വരെ ഇപ്പോഴും സർക്കുലേഷനിലുള്ള ഒരു 10 രൂപ നാണയമാണ് ഈ ഒരു നാണയം. അപ്പോൾ 2006 എന്നുള്ളൊരു വർഷം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിന് മിൻറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാണയം നോയിഡ മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർഷത്തിന് താഴെ ചെറിയൊരു സർക്കിൾ ഡോട്ട് മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 10 രൂപ നാണയങ്ങളുടെ പുറകുവശം ഈ രൂപമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സിമ്പിളിന് ചുറ്റുമായിട്ട് 4 ഡോട്ട്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 10 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും തൊട്ടടുത്തായിട്ട് തന്നെ 10 റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. അപ്പോൾ 2005, 2006, 2007 എന്നിങ്ങനെ 3 വർഷങ്ങളിൽ നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾ എല്ലാം തന്നെ നല്ലൊരു വില കിട്ടാവുന്ന ഒരു നാണയങ്ങളാണ്. അപ്പോൾ 2005 നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം സ്ക്വയർ കാറ്റഗറിയിലാണെങ്കിൽ പോലും ഇപ്പോൾ നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 350 രൂപ മുതൽ 400 രൂപ വരെ വില കിട്ടാവുന്ന ഒരു നാണയമാണ് 2005 നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം. അതുപോലെ തന്നെ 2006, 2007 എന്നിങ്ങനെ 2 വർഷങ്ങളിൽ നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയങ്ങൾക്കും ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 100 രൂപ മുതൽ 150 രൂപ വരെ പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ നമുക്ക് 150 രൂപ വരെ ആ ഒരു 2 നാണയങ്ങൾക്ക് പ്രൈസ് കിട്ടണമെങ്കിൽ ആ ഒരു 2 നാണയങ്ങളും നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ 2005, 2006, 2007 എന്നിങ്ങനെ 3 വർഷങ്ങളിൽ മാത്രം നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയ ഈ ഒരു ക്രോസ് നാണയങ്ങൾ 10 രൂപ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രോസ് നാണയങ്ങളിൽ 2005 നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് നല്ലൊരു വാല്യൂ കിട്ടാവുന്ന നാണയങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 350 രൂപ മുതൽ 400 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന നാണയങ്ങളെല്ലാം 100 രൂപ മുതൽ 150 രൂപ വരെ പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സർക്കുലേഷനിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കിട്ടും. നമുക്ക് ഈ ഒരു നാണയങ്ങൾ ഒരിക്കലും കാശ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു നാണയങ്ങളെല്ലാം കളക്ഷൻ ചെയ്ത് സർക്കുലേഷനിൽ നിന്നാണ് കളക്ഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും 3 വർഷങ്ങളിലും 3 മിൻറ്റ് മാർക്കിലെ നാണയങ്ങളും കളക്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 നാണയങ്ങളും നമുക്ക് കളക്ഷൻ ചെയ്യാൻ വലിയൊരു പാടായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സർക്കുലേഷൻ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.